ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് 16-ാം പാഠമായ വിശുദ്ധ ത്രോണോസ് എന്ന പാഠം പഠിക്കാം. ഈ പാഠം എൻ്റെ പള്ളി എന്ന 4-ാം യൂണിറ്റിലെ ഒരു പാഠമാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ, ഒരു പള്ളിയിലെ ഏറ്റവും ശ്രദ്ധേയമായ അതിപരിശുദ്ധമായ സ്ഥലം ഏതാണെന്ന് അറിയാമോ? അത് മദ്ബഹ ആണ്. മദ്ബഹ അല്ലെങ്കിൽ ബലിപീഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വേറെ 2 പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ദുഷ്കുദിശിൻ എന്നതും ബത്കുദിശോ എന്നതുമാണ് ആ 2 പേരുകൾ. ദുഷ്കുദിശിൻ എന്നാൽ അതിവിശുദ്ധ സ്ഥലം എന്നും ബത്കുദിശോ എന്നാൽ വിശുദ്ധ സ്ഥലം എന്നുമാണ് അർത്ഥം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ യെരുശലേം ദേവാലയത്തെ പറ്റി കേട്ടിട്ടില്ലേ? ആ യെരുശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലം പോലെയാണ് മദ്ബഹായും ത്രോണോസും. ദേവാലയത്തിലെ എല്ലാ ആരാധനകളും മദ്ബഹ കേന്ദ്രീകൃതമാണ്. ത്രോണോസ് എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. സുറിയാനിയിലും ത്രോണോസ് എന്ന പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചില ഗ്രീക്ക് പദങ്ങൾ അതേപോലെ തന്നെ സുറിയാനിയിലും ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ, ത്രോണോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ത്രോണോസ് എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം സിംഹാസനം എന്നാണ്. ത്രോണോസ് ത്രിയേക ദൈവത്തിന്റെ സിംഹാസനമാണ്. ത്രോണോസിന് മലയാളത്തിൽ ബലിപീഠം എന്നും പറയുന്നുണ്ട്. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ധൂപ അർപ്പിക്കുന്നതുമെല്ലാം ബലിപീഠത്തിലാണ്. വിശുദ്ധ കുർബാന ഒരു ബലിയാണ്. നമ്മുടെ കർത്താവിന്റെ തിരുബലി കൂദാശപരമായി ത്രോണോസിന്മേൽ അർപ്പിക്കുന്നത് കൊണ്ടാണ് ത്രോണോസിന് ബലിപീഠം എന്ന് പറയുന്നത്. വിശുദ്ധ ത്രോണോസിന്മേൽ മാത്രമേ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥാനമാണ് വിശുദ്ധ ത്രോണോസ്. വിശുദ്ധ ത്രോണോസ് ദൈവത്തിന്റെ സിംഹാസനത്തെ മാത്രമല്ല, ഗോഗൽത്തായെയും കർത്താവിന്റെ കുരിശിനെയും കർത്താവിനെ തന്നെയും വിശുദ്ധ ത്രോണോസ് സൂചിപ്പിക്കുന്നു. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ത്രോണോസിനെ കർത്താവിന്റെ കബറായും കാണുന്നു. കുഞ്ഞുങ്ങളെ, ത്രോണോസിന്മേൽ എന്തൊക്കെയാണുള്ളത്? കുരിശുണ്ട്, മെഴുകുതിരികളുണ്ട്, കാസായും പീലാസായും ഉണ്ട്. പിന്നെ അച്ഛൻ കുർബാന ചൊല്ലാൻ ഉപയോഗിക്കുന്ന കുർബാന തക്സ ഉണ്ട് അല്ലേ? പിന്നെ ത്രോണോസിന്മേൽ തബ്ലേത്തായും ഉണ്ട്. തബ്ലേത്ത എന്താണെന്നറിയാമോ? കാസായും പീലാസായും പ്രതിഷ്ഠിക്കുന്ന കൂദാശ ചെയ്ത പലകയാണ് തബ്ലേത്ത. ആദ്യകാലത്തൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ ആയിരുന്നില്ല ത്രോണോസ്. അന്ന് ഒരു മേശ പോലെ 4 അടി ഉയരവും 6 അടി നീളവും 3.5 അടി വീതിയുമുള്ള തടിയിലായിരുന്നു വിശുദ്ധ ത്രോണോസ് പണിഞ്ഞിരുന്നത്. ഇപ്പോൾ കല്ലുകൊണ്ടാണ് ത്രോണോസ് പണിയുന്നത്. പിന്നെ മെഴുകുതിരിക്കാലുകൾ വെക്കാൻ 3 സ്റ്റെപ്പുകളും കൂടി ത്രോണോസിൽ പണിയുന്നു. സാധാരണയായി നമ്മുടെ പള്ളികളിൽ 3 ത്രോണോസുകളുണ്ട് ഇല്ലേ? ചില പള്ളികളിൽ 5ഉം അതിൽ കൂടുതലും ത്രോണോസുകളുണ്ട്. അതെന്തിനാണെന്നറിയാമോ? ഒരു ദിവസം ഒരു ത്രോണോസിൽ ഒരു കുർബാന മാത്രമേ നടത്തുകയുള്ളൂ. ഒരു ദിവസം തന്നെ 1-ൽ കൂടുതൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടി വരുമ്പോഴും പിന്നെ വിശുദ്ധ 3-ന്മേൽ കുർബാനയോ 5-ന്മേൽ കുർബാനയോ ഒക്കെ നടത്തുമ്പോഴാണ് 1-ലധികം ത്രോണോസുകൾ ഉപയോഗിക്കുന്നത്. ഇത് മലങ്കര സഭയിൽ മാത്രമുള്ള രീതിയാണ് കേട്ടോ. പ്രധാനമായും 2 തരം വിരികൾ കൊണ്ടാണ് ത്രോണോസ് വിരിച്ചൊരുക്കിയിരിക്കുന്നത്: ചിത്തോലയും വിരിക്കോട്ടും. വിശുദ്ധ ത്രോണോസിന്റെ മുൻഭാഗം മുഴുവൻ മൂടി നിൽക്കുന്നതാണ് ചിത്തോല. സാധാരണയായി 3 കഷ്ണങ്ങൾ ചേർത്താണ് ചിത്തോല നെയ്തെടുക്കുന്നത്. ത്രോണോസിന്റെ നടുവിലായി മധ്യഭാഗത്ത് വിരിക്കുന്നതാണ് വിരിക്കോട്ട്. ഈ 2 വരികളുടെ മധ്യഭാഗത്ത് വെള്ള നിറവും അതിന് താഴെ പച്ച നിറവും അതിന് താഴെ ചുവപ്പ് നിറവുമുള്ള 3 തുണിക്കഷ്ണങ്ങൾ ഒന്നിനുമേൽ ഒന്നായി തുന്നിച്ചേർത്തിരിക്കും. ഇതിൽ ചുവപ്പ് നിറം പ്രപഞ്ചത്തിന്റെയും പച്ച നിറം ഭൂമിയുടെയും വെള്ള നിറം വിശുദ്ധ സഭയുടെയും പ്രതീകങ്ങളാണ്. വിശുദ്ധ ബലി പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും ഒന്നു ചേർന്നുള്ള ഒരു അർപ്പണമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ 2-ാം ഭാഗം തുടങ്ങുമ്പോൾ പുരോഹിതൻ ഒരു പടിയിൽ കയറി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ത്രോണോസിന്റെ ചുവട്ടിലുള്ള ആ ചവിട്ടുപടിക്ക് പറയുന്ന പേരാണ് ദർഗ. ഇനിയും നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു വാക്യം പഠിക്കാം. 84-ാം സങ്കീർത്തനം 3-ാം വാക്യം. 84-ാം സങ്കീർത്തനം 3-ാം വാക്യം. കുരികിൽ ഒരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു.
എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ.